ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ രാവിലെ തന്നെ പല നീക്കമുള്ള പരിപാടികളാണ്. അങ്ങനെ ഞാൻ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഇന്ന് കുറച്ച് സൂര്യനൊക്കെ നല്ല തെളിച്ചവും നല്ല വെട്ടമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ഡേയ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. അതൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് തരും. രാവിലെ തന്നെ ഒരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയാണ്. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ക്യാമറ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഇത് പുറകിലൊരു പ്ലാവിനകത്ത് കോവയ്ക്ക് കിളിച്ച് വരുന്ന കേട്ടോ. വളരെ നല്ലതാണ്. കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുമല്ലോ, ഡെയിലി ഇഷ്ടം പോലെ. ഇവിടെയുണ്ട്, ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അതിന് ശേഷം യോഗ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല, മെഡിറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് ജലദോഷമായത് കൊണ്ട് എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു എനർജിയും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് പ്രാണായാമം, ജസ്റ്റ് സ്ട്രെച്ചിങ്ങും പ്രാണായാമം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിതിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 1.5 വർഷമായി. ഞാൻ തുടങ്ങാൻ കാരണം എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് ആൻസൈറ്റിയുടെയൊക്കെ ഇഷ്യൂ വന്നപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇത്തിരി പാടായി തുടങ്ങി. ഡെയിലി കൂടി വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓൾറെഡി യോഗ പഠിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഓൾസോ എനിക്ക് വെയിറ്റും കുറയ്ക്കണമായിരുന്നു. PCOD പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വെയിറ്റും കുറയ്ക്കണം, ഡയറ്റ് നോക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഞാൻ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഡാൻസിങ്ങും ചെയ്യാറുണ്ട്, സൂംബ ചെയ്യാറുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഒരെണ്ണത്തിൽ മാത്രം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. കാരണം ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ബോഡിക്ക് നല്ല രീതിയിൽ. അപ്പം ഞാൻ രാവിലെ എന്നിട്ട് അതിന് ശേഷം മീൻകുട്ടികളെയൊക്കെ നോക്കാൻ പോയി. പുതിയതായിട്ട് മേടിച്ചാണല്ലോ, അപ്പം അവരെങ്ങനെയാണ്, ഓക്കെ ആണോ എന്നൊക്കെ നോക്കാനാണ്. ഈ ടാങ്കിലല്ല കേട്ടോ ഇടുന്നത്. ടാങ്കല്ല, അതൊരു ചെറിയൊരു ബോക്സാണ്. അപ്പം അതിൽ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് അതിനെ വെളിയിലോട്ട് മാറ്റും. എല്ലാത്തിനെയും മാറ്റില്ല, ബ്ലാക്കിനെ അവിടെ ഇടാം എന്നുദ്ദേശിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഭയങ്കര കാമിങ് ആണ് ഇവരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇതിനു മുൻപേ അങ്ങനെ മീൻകുട്ടികളെ ഒന്നും വളർത്തിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഓരോ പെറ്റ്സും വന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ് വന്നത്. ഞാൻ ആദ്യം വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടീനെയാണ്, കോക്കോ. അത് പക്ഷേ 1 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അവൾ കഴിഞ്ഞതിന് ശേഷം പട്ടിക്കുട്ടികൾ വന്നു. അതും ഞാൻ വിചാരിച്ചിട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടോ ഒന്നും അതല്ല, വളരെ റാൻഡമായിട്ട് ഒരു ദിവസം സർപ്രൈസിംഗ്ലി എനിക്ക് കിട്ടിയതാണ് അവർ 2 പേരും. അതിന് ശേഷം ഒരു ദിവസം മീൻകുട്ടികളെ ഇങ്ങനെ വളർത്തണമെന്ന് വിചാരിച്ചു. അങ്ങനെ വളരെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഓരോ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് പണ്ട് മുയലും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെളിയിലുള്ള ചെറിയ പോണ്ടിലെ മീനാണ് കേട്ടോ. അവിടെ 2 മീൻ മാത്രമേ ഉള്ളൂ. ആദ്യം മേടിച്ചപ്പോൾ ഒരു 6 മീനായിരുന്നു. അതിൽ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ 2 പേരെ ഞാൻ ഇതിലോട്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം മേടിച്ച ചെടിയാട്ടോ. നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് വഴുതനങ്ങയാണ്. ഇത് ഞാൻ വെച്ച പൂച്ചെടികളാട്ടോ. അത് 3-4 എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിളിച്ച് വരുമ്പോൾ നോക്കണം. അതിനുശേഷം കുറച്ച് ബേർഡ്സിന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. ഇവിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ബൈ ഗായ്സ്.